വെൽക്കം ടു പി എസ് സി ക്രാക്കർ. ഇന്ന് നമുക്കേ പി എസ് സിയിലെ കുറച്ച് അപ്പന്മാരെ പഠിക്കാം. അതായത് നമുക്കേ ഇടയ്ക്കിടയ്ക്ക് പി എസ് സി ചോദിക്കാറുണ്ട്, ഹിസ്റ്ററിൻ്റെ ഫാദർ ആരാ, ആധുനിക കെമിസ്ട്രിയുടെ ഫാദർ ആരാ, ആധുനിക ഫിസിക്സിൻ്റെ ഫാദർ ആരാ, ഇങ്ങനെയുള്ള കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കലുണ്ട്. അപ്പോൾ ഇനി അത്തരം ക്വസ്റ്റ്യൻസിന് മുമ്പിൽ നമ്മൾ പതറില്ല. നമുക്ക് ഇന്ന് എന്ത് ചെയ്യാം, ചെറിയ കോഡ്സൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് പി എസ് സിയിലെ എല്ലാ അപ്പന്മാരെയും കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് പഠിക്കാം. ഓക്കെ, ആദ്യം നമുക്കേ പി എസ് സിയിൽ നമ്മൾ എത്രയ്ക്ക് സബ്ജക്റ്റാണ് പഠിക്കുന്നത്? നമ്മൾ ഹിസ്റ്ററി പഠിക്കുന്നുണ്ട്, ജോഗ്രഫി പഠിക്കുന്നുണ്ട്, ബയോളജി പഠിക്കുന്നുണ്ട്, കെമിസ്ട്രി ഉണ്ട്, ഫിസിക്സ് ഉണ്ട്, എക്കണോമിക്സ് ഉണ്ട്, ബയോളജി ഉണ്ട്, ഇതൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യാം, ഏതൊക്കെ സബ്ജക്റ്റാണ് നമ്മൾ പഠിക്കുന്നത് അതിൻ്റെ ഒക്കെ അപ്പന്മാരെ നമുക്ക് സിമ്പിളായിട്ട് പുഷ്പം പോലെ പഠിക്കാം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ഹിസ്റ്ററി എടുക്കാം. അപ്പോൾ ഹിസ്റ്ററിയുടെ ഫാദർ ആരാ? ഹിസ്റ്ററിയുടെ ഫാദർ ആരാ ചോദിച്ചാൽ ഹെറാഡോട്ടസ്. ആരാണ് ഹിസ്റ്ററിയുടെ ഫാദർ? ഹെറാഡോട്ടസ്. ഓക്കെ, ഇതെങ്ങനെ നമ്മൾ ഓർക്കുക? അതായത് ഈ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും ഒരു കടലോളമുണ്ട്, എത്ര പഠിച്ചാലും തീരാത്തതാണ് ഹിസ്റ്ററി. അപ്പോൾ ഹിസ്റ്ററിയുടെ ഫാദർ ഹെറാഡോട്ടസ്, അതായത് ഈ കടലോളം പോകുന്ന ഹിസ്റ്ററി എത്ര പഠിച്ചാലും തീരില്ല. അപ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കും ഹിസ്റ്ററി ഇങ്ങനെ പഠിക്കുകയാണെങ്കിൽ നമ്മൾ കുത്തിടും, ETC എക്സെട്രാ എന്ന് എഴുതിയിട്ട് ഇങ്ങനെ ഡോട്ട് ഇടും. അപ്പോൾ ആ ഡോട്ടാണ് ഇവിടെ ഹെറാഡോട്ടസ്. അപ്പോൾ ഫാദർ ഓഫ് ഹിസ്റ്ററിൻ്റെ ഫാദർ ആരാ ചോദിച്ചാൽ ഹെറാഡോട്ടസ്. ഹിസ്റ്ററി തീരെയല്ല, നമ്മളിങ്ങനെ ഡോട്ട് ഇട്ടുകൊണ്ടേയിരിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് ഫാദർ ഓഫ് മോഡേൺ ഹിസ്റ്ററി, ആധുനിക ചരിത്രത്തിൻ്റെ പിതാവ് ആരാ ചോദിച്ചാൽ ലിയോപോൾഡ് വോൺ റാങ്കെ. ആരാണ്? ലിയോപോൾഡ് വോൺ റാങ്കെ. ഒരു വായി കൊള്ളാത്ത പേരാണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും, ഹിസ്റ്ററി കടലോളം പഠിക്കുകയാണെങ്കിലും നമ്മൾ പഠിക്കും. കാരണം എന്താ, ഹിസ്റ്ററി പഠിച്ചാൽ നമുക്ക് റാങ്ക് കിട്ടും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് റാങ്കൊക്കെ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഹിസ്റ്ററിയുടെ കംപ്ലീറ്റ് ആക്കണം. അപ്പോൾ മോഡേൺ ഹിസ്റ്ററിയുടെ നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ എന്ത് ചെയ്യും, റാങ്ക് അങ്ങോട്ട് കയ്യിൽ പോരും. അപ്പോൾ ഫാദർ ഓഫ് ഹിസ്റ്ററി ഹെറാഡോട്ടസ്, കാരണം ഹിസ്റ്ററി ഒരുപാടുണ്ട്, ഡോട്ട് ഇട്ട് പോവും. ദെൻ ആധുനിക ചരിത്രത്തിൻ്റെ പിതാവ്, അതായത് ഫാദർ ഓഫ് മോഡേൺ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ ലിയോപോൾഡ് വോൺ റാങ്കെ. അതായത് മോഡേൺ ഹിസ്റ്ററിയും കൂടി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് റാങ്ക് നമ്മുടെ കയ്യിലങ്ങ് പോരും. ഓക്കെ, ദെൻ ഫാദർ ഓഫ് ഇന്ത്യൻ ഹിസ്റ്ററി. ഇനി ഇന്ത്യൻ ഹിസ്റ്ററിൻ്റെ ഫാദർ ആരാ ചോദിച്ചാൽ കൽഹണൻ. ആരാണ്? കൽഹണൻ. അതായത് നമ്മൾ ഇന്ത്യ ചരിത്രം എടുത്തു നോക്കിയാൽ ഫുള്ള് കലഹക്കാരം. ബ്രിട്ടീഷുകാരോട് ടിപ്പുവിൻ്റെ കലഹം, ടിപ്പുവിനോട് പഴശ്ശിരാജയുടെ കലഹം, പിന്നെ ബ്രിട്ടീഷുകാർ ഇതാ വരുന്നു കലഹിക്കുന്നു, ഫ്രഞ്ചുകാർ വരുന്നു അടിയുണ്ടാക്കുന്നു, അങ്ങനെ ഫുള്ള് മൊത്തം ഓഫ് കലഹമാണ്. അപ്പോൾ നമ്മൾ എന്ത് പറയാ, ഇന്ത്യൻ ചരിത്രം എന്ന് പറഞ്ഞാൽ ഫുള്ള് കലഹമാണ്. ഇനി രാജാക്കന്മാരുടെ കാര്യം എടുത്താലോ ഫുള്ള് അത് വേറെ കലഹം. ഇനിയും നമ്മൾ ഇന്ത്യക്കാരുടെ കാര്യം എടുത്താലോ അവരുടേത് വേറെ കലഹം, മൊത്തത്തിൽ കലഹം. ചരിത്രം എന്ന് പറഞ്ഞാൽ നമുക്ക് ആകെ ഇന്ത്യയിൽ പഠിക്കാനുള്ളത് ഫുൾ കലാപങ്ങളും കലഹങ്ങളോ. അപ്പോൾ ഇന്ത്യൻ ചരിത്രത്തിൻ്റെ ഫാദർ കൽഹണൻ, ആധുനിക ചരിത്രത്തിൻ്റെ ഫാദർ റാങ്കെ. അതായത് നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ റാങ്ക് കിട്ടും. ദെൻ ഫാദർ ഓഫ് ഹിസ്റ്ററി ഹെറാഡോട്ടസ്. ദെൻ ഫാദർ ഓഫ് ഇന്ത്യൻ നാഷണലിസം, അതായത് ഇന്ത്യൻ ദേശീയതയുടെ പിതാവ് എന്ന് പറഞ്ഞാൽ രാജാറാം മോഹൻ റായ്. രാജാരാമ മോഹൻ റായ് അല്ല, രാജാറാം മോഹൻ റായ്. അത് ടൈപ്പിംഗ് മിസ്റ്റേക്കാണ്, രാജാറാം മോഹൻ റായ്. അപ്പോൾ ഇന്ത്യൻ ദേശീയതയുടെ പിതാവ് രാജാറാം മോഹൻ റായ്. അതായത് രാജാവ് വന്നപ്പോഴാണ് നമുക്ക് ദേശീയതയൊക്കെ വന്നു എന്ന് ആലോചിച്ചാൽ മതി. ഓക്കെ, രാജാറാം മോഹൻ റായ്. ഓക്കെ, ഇനി നമുക്ക് ജോഗ്രഫി നോക്കാം. ഓക്കെ, അപ്പോൾ ജോഗ്രഫിയുടെ ഫാദർ ഓഫ് ജോഗ്രഫി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെറാഡോട്ടസ് ആണ്. ജോഗ്രഫിൻ്റെ ഫാദർ എന്ന് പറയുന്നത് ഹെറാറ്റോസ്തനീസ്. ഓക്കെ, അതാണ് ജോഗ്രഫിൻ്റെ ഫാദർ. ഇതെങ്ങനെ ഓർക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജോഗ്രഫി എന്ന് പറഞ്ഞാൽ നമ്മുടെ മൈൻഡിൽ ആദ്യം വരെ എർത്ത്. അപ്പോൾ ഈ എറാറ്റോസ്തനീസിൻ്റെ ഇതിലും ഒരു അതായത് ഒരു എർത്ത്, അങ്ങനെ നമ്മൾ കണക്ട് ചെയ്യുക. അതായത് ജോഗ്രഫി എന്ന് പറഞ്ഞാൽ നമ്മളെ മൈൻഡിൽ ആദ്യം ഓർമ്മ വരുന്നത് എന്താണ്, എർത്ത്. അപ്പോൾ എറാറ്റോസ്തനീസ് എർത്ത്. അങ്ങനെ നമ്മൾ ജോഗ്രഫിൻ്റെ ഫാദർ കിട്ടി. ദെൻ ഫാദർ ഓഫ് മോഡേൺ ജോഗ്രഫി ആണെങ്കിലോ അലക്സാണ്ടർ വോൺ ഹംബോൾട്ട്. അതായത് ജോഗ്രഫി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജോഗ്രഫിനെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, എർത്തിനെ മാത്രം പഠിച്ചാൽ മതി. എന്നാലും നമ്മൾ എന്ത് ചെയ്യാം, മോഡേൺ ജോഗ്രഫി നമ്മൾ പഠിക്കുകയാണെങ്കിലോ അമ്പോ എത്രയാ പഠിക്കാനെന്ന് കരുതാം. ശരിക്കും ജോഗ്രഫിയിൽ എർത്തിനെ കുറിച്ചിട്ടല്ല, നമ്മൾ കോഡിന് വേണ്ടിയിട്ട് എന്ത് പറയാം, ഫാദർ ഓഫ് ജോഗ്രഫി എന്ന് പറഞ്ഞാൽ എർത്ത് മാത്രം പഠിച്ചാൽ മതി. ഇനി മോഡേൺ ജോഗ്രഫിയാണ് നമ്മൾ പഠിക്കുന്നതെങ്കിലോ അലക്സാണ്ടർ വോൺ ഹംബോൾട്ട്. ഒരുപാട് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ജോഗ്രഫി കിട്ടി. ദെൻ അടുത്തത് ബയോളജി. ഫാദർ ഓഫ് ബയോളജിൻ്റെ ഫാദർ എന്ന് പറഞ്ഞാൽ അരിസ്റ്റോട്ടിൽ. ഇതെങ്ങനെ നമ്മൾ ഓർക്കുക,
അതായത് നമുക്ക് ജീവിക്കണമെങ്കിൽ നമ്മൾ എന്ത് വേണം? അരിയാഹാരം കഴിക്കണം അല്ലേ? നിങ്ങൾ ഡയറ്റാണെന്ന് പറഞ്ഞ് വെറും പച്ചക്കറി ഒന്നും കഴിച്ചിട്ട് കാര്യമില്ല. ജീവിക്കണം എന്നുണ്ടെങ്കിൽ അരിയാഹാരം തന്നെ കഴിക്കണം. അപ്പോൾ ജീവശാസ്ത്രം അഥവാ ബയോളജിയുടെ ഫാദർ അരിസ്റ്റോട്ടിൽ. ദെൻ ഫാദർ ഓഫ് മോഡേൺ ബയോളജി, ഇനി ആധുനിക ജീവിശാസ്ത്രത്തിൻ്റെ പിതാവാണെങ്കിലോ ചാൾസ് ഡാർവിൻ. ഇതെങ്ങനെ ഓർക്കുക? ഇനി നിങ്ങൾക്ക് കുറച്ച് സാധാരണ ജീവിതമല്ല, കുറച്ചും കൂടി മോഡേൺ ആയിട്ട് നിങ്ങൾക്ക് ജീവിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? വല്ല ചാൾസ് രാജകുമാരനെ അങ്ങനെ പോയിട്ട് കല്യാണം കഴിക്കണം. എന്നാലും ഇങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റുക. കൂടിന് വേണ്ടിയിട്ടാണ്. നിങ്ങളതങ്ങനെ ആലോചിച്ച് വെക്കുക. ദെൻ ഫാദർ ഓഫ് ജനറ്റിക്സ്, അതായത് ജനിതക ശാസ്ത്രത്തിൻ്റെ ഫാദർ. നമ്മുടെ ജനിതക ശാസ്ത്രത്തിൻ്റെ ഫാദർ എന്ന് പറഞ്ഞാൽ ഗ്രിഗർ മെൻഡൽ. ഇതെങ്ങനെ ഓർക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ജനറ്റിക്സ്, അതായത് ഈ മറ്റേ നമുക്ക് ഈ ജനിതക ശാസ്ത്രമൊക്കെ പഠിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ പ്രാന്താണ്, മെൻ്റലാവും. ജനിതക ശാസ്ത്രത്തിൻ്റെ ബുക്ക് അതൊക്കെ പഠിക്കാൻ തുടങ്ങിയാൽ തന്നെ നമുക്ക് മെൻ്റലാവും. അപ്പോൾ നമുക്കതങ്ങനെ കണക്ട് ചെയ്യാം. ദെൻ ഫാദർ ഓഫ് എവല്യൂഷൻ അഥവാ പരിണാമ സിദ്ധാന്തത്തിൻ്റെ ഫാദർ എന്ന് പറഞ്ഞാൽ ചാൾസ് ഡാർവിൻ. പരിണാമ സിദ്ധാന്തത്തിൻ്റെ ഫാദർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചാൾസ് ഡാർവിൻ. അത് നമുക്കൊക്കെ അറിയുന്നതായിരിക്കും. ഇല്ലെങ്കിൽ ഒരു പടം ഉണ്ടല്ലോ, ഒരു ഫിലിം, ഡാർവിൻ്റെ പരിണാമം എന്ന് പറഞ്ഞിട്ട്, അതൊക്കെ ഓർത്താൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. അപ്പോൾ ബയോളജീൻ്റെ ഫാദർ അരിസ്റ്റോട്ടിൽ. ഇനി നിങ്ങൾക്ക് മോഡേൺ ആയിട്ട് ജീവിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ചാൾസ് ഡാർവിനെ കല്യാണം കഴിക്കണം. ദെൻ ജനറ്റിക്സ്, അത് നമ്മൾ പഠിക്കാൻ പോയാൽ തന്നെ നമുക്ക് പ്രാന്താവും, മെൻ്റലാവും. ദെൻ ഫാദർ ഓഫ് എവല്യൂഷൻ എന്ന് പറഞ്ഞാൽ മറ്റേ ഡാർവിൻ്റെ പരിണാമം. ഓക്കെ, ദെൻ നമുക്ക് കെമിസ്ട്രി നോക്കാം. ഇനി ഫാദർ ഓഫ് കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ ആൻറ്റോയിൻ ലാവോസിയർ ആണ്. കെമിസ്ട്രീൻ്റെ ഫാദർ ആൻറ്റോയിയർ ലാവോസിയർ. ആരാണ് കെമിസ്ട്രീൻ്റെ ഫാദർ? ലാവോസിയർ. മോഡേൺ കെമിസ്ട്രിയുടെയും ഫാദർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ലാവോസിയർ. ഓക്കെ, അപ്പോൾ ഇത് നമ്മളെങ്ങനെ കണക്ട് ചെയ്യും? ഇതെങ്ങനെ കണക്ട് ചെയ്യും ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളൊരു ഫിലിമൊക്കെ കണ്ടാൽ നമ്മൾ പറയില്ലേ, അതിലെ ലവേഴ്സ് അല്ലെങ്കിൽ അതിലെ നായകനും നായികമാരും ലവേഴ്സ് എന്താണ്? അത് ലവേഴ്സ് നമ്മൾ നല്ല ഒരു കെമിസ്ട്രി ഉണ്ട് എന്ന് പറയും. അപ്പോൾ കെമിസ്ട്രീൻ്റെ ഫാദർ എന്ന് പറഞ്ഞാൽ ലാവോസിയർ. ലവേഴ്സ് തമ്മിലൊരു കെമിസ്ട്രി ഉണ്ട്. ദെൻ മോഡേൺ കെമിസ്ട്രീൻ്റെ ഫാദർ ആണെങ്കിലോ ആധുനിക രസതന്ത്രത്തിന്, അതായത് മോഡേൺ ഫിലിമിലാണെങ്കിലും പഴയ ഫിലിമാണെങ്കിലും ഇപ്പോൾ മോഡേൺ ആയിട്ടുള്ള ഫിലിമാണെങ്കിലും ആ ഫിലിമിൽ ലവേഴ്സ് തമ്മിലൊരു കെമിസ്ട്രി ഉണ്ടെങ്കിലുള്ളത് കാണാൻ പറ്റുക. ഓക്കെ, അപ്പോൾ അത് അങ്ങനെ ഓർത്താൽ മതി. ദെൻ ഫാദർ ഓഫ് ഓർഗാനിക് കെമിസ്ട്രി. ഓക്കെ, ഓർഗാനിക് കെമിസ്ട്രീൻ്റെ ഫാദർ എന്ന് പറഞ്ഞാൽ ഫെഡറിച്ച് വോളറാണ് നമ്മുടെ ഓർഗാനിക് കെമിസ്ട്രീൻ്റെ ഫാദർ എന്ന് പറയുന്നത്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ നമ്മളെങ്ങനെ കണക്ട് ചെയ്യും വെച്ചാൽ, ഓർഗാനിക് കെമിസ്ട്രി, നമുക്ക് ഓർക്കാൻ ഇഷ്ടമില്ലാത്ത കെമിസ്ട്രിയാണെന്ന് പറയുന്നത് വോളർ. അതായത് നമ്മളൊരു സിനിമ കാണാൻ പോയി, അതിൽ ലവേഴ്സുകൾ തമ്മിൽ അല്ലെങ്കിൽ അതിൽ ഈ നായകയും നായകനും തമ്മിൽ എന്താണ് ഒരു കെമിസ്ട്രി, ഇല്ലെങ്കിൽ എന്താണ് ഒരു നായകനും നായികയാണെങ്കിൽ ഒരു കെമിസ്ട്രി ഉണ്ടാവില്ല. അപ്പോൾ നമുക്കത് അങ്ങനെ ഓർക്കാം. അതായത് ഫാദർ ഓഫ് കെമിസ്ട്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഈ ഫിലിമിൽ ലവേഴ്സ് തമ്മിൽ നല്ല കെമിസ്ട്രി ഉണ്ടാവും, അപ്പോൾ ലാവോസിയർ. ഇനിയിപ്പോൾ മോഡേൺ ലവേഴ്സ് ആണെങ്കിലും എന്തുണ്ടാവും? അവർ തമ്മിലൊരു കെമിസ്ട്രി ഉണ്ടാവണം. അപ്പോൾ മോഡേൺ കെമിസ്ട്രീൻ്റെ ഫാദറും ലാവോസിയർ. പിന്നെ നമുക്ക് ഓർക്കാൻ ഇഷ്ടമില്ലാത്ത ഫിലിം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിലെ ലവേഴ്സൊക്കെ ഊളകളായിരിക്കും. അങ്ങനെ ആലോചിച്ചാൽ മതി, ഫെഡറിച്ച് വൂളർ എന്ന് കിട്ടും. ഓക്കെ, ദെൻ ഫിസിക്സിൻ്റെ ഫാദർ എന്ന് പറയുന്നത് ഐസക് ന്യൂട്ടൻ. അതെനിക്ക് തോന്നുന്നു നമുക്ക് അറിയുന്നുണ്ടാവും, ഫിസിക്സിൻ്റെ ഫാദർ ഐസക് ന്യൂട്ടൻ ആണെന്ന്. ഇനി അറിയില്ലെങ്കിലും നമ്മൾ ഫിസിക്സൊക്കെ പഠിക്കാൻ പോയാൽ നമ്മളൊരു പുതിയ ആളായിട്ട് മാറും. അങ്ങനെ നമുക്ക് ഓർക്കാം. ദെൻ ഫാദർ ഓഫ് മോഡേൺ ഫിസിക്സിൻ്റെ ഫാദർ എന്ന് പറഞ്ഞാൽ ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. അതാ മോഡേൺ ഫിസിക്സിൻ്റെ ഫാദർ ആൽബർട്ട് ഐൻസ്റ്റീൻ. ഇതെങ്ങനെ ഓർക്കുമെന്ന് പറഞ്ഞാൽ, ഫിസിക്സ് പഠിക്കാൻ പോയാൽ നമ്മളൊരു പുതിയ ന്യൂ ആളാവും. ഇനി നമ്മൾ മോഡേൺ ഫിസിക്സ് ആണെങ്കിൽ പഠിക്കാൻ പോവുകയാണെങ്കിൽ നമ്മളെ സ്റ്റൈലൊക്കെ കുറച്ച് മാറും. അങ്ങനെ ആലോചിച്ചാൽ മതിയേ. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് എക്കണോമിക്സിൽ പോവുകയാണെങ്കിൽ നമുക്ക് ഫാദർ ഓഫ് എക്കണോമിക്സ്, ഫാദർ ഓഫ് ക്ലാസിക്കൽ എക്കണോമിക്സ്, ഫാദർ ഓഫ് മോഡേൺ എക്കണോമിക്സ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒക്കെ ആദം സ്മിത്ത് ആണ്. അതായത് നമ്മുടെ എക്കണോമിക്സിന് നമുക്ക് ഒറ്റ തന്ത മാത്രമേ ഉള്ളൂ, അങ്ങനെ പല തന്തകളൊന്നുമില്ല. അങ്ങനെയായിരുന്നു ഞാനും വിശ്വസിച്ചിരുന്നത്. പക്ഷേ അതിൻ്റെ ഇടയ്ക്കാണ് ഇപ്പോൾ ആരൊക്കെയോ പറയുന്നുണ്ട് ഫാദർ ഓഫ് മോഡേൺ എക്കണോമിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോൾ സാമുവൽസനും കൂടി വരുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ എൻ്റെ ഒരു അറിവിൽ ആദം സ്മിത്ത് ആയിരുന്നു. ഗൂഗിളിലൊക്കെ ചെക്ക് ചെയ്തപ്പോൾ ആദം സ്മിത്ത് ആണ്. ഇനിയിപ്പോൾ നിങ്ങളേത് ഓപ്ഷനിൽ പോൾ സാമുവൽസൺ വരികയാണെങ്കിൽ നിങ്ങൾ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, ദെൻ ഫാദർ ഓഫ് ഇന്ത്യൻ എക്കണോമിക്സിൻ്റെ ഫാദർ ആരാ ചോദിച്ചാൽ ദാദാഭായ് നവറോജി. ഇത് നമ്മളെങ്ങനെ കണക്ട് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ,
ഈ ഇന്ത്യയിലൊക്കെ പണ്ട് പൈസക്കാർ, അത് എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ സാമ്പത്തിക ശാസ്ത്രമാണല്ലോ. പൈസ ഉള്ളവർക്ക് നമ്മൾ ദാദ എന്ന് വിളിച്ചിരുന്നത്. അയാൾ വൻ ദാതയാണ്. കാരണം എന്താ, അയാൾക്ക് ഫുള്ള് പൈസ ഉണ്ട്. അങ്ങനെ ആലോചിച്ചാൽ മതിയേ. അപ്പോൾ ഇന്ത്യൻ എക്കണോമിക്സിൻ്റെ ഫാദർ, ഇന്ത്യയിൽ പൈസക്കാരെ നമ്മൾ എന്ത് വിളിക്കും? ഇനി മുതൽ നമ്മൾ ഇന്ത്യയിലെ പൈസക്കാർക്ക് ദാദ എന്ന് വിളിക്കാൻ തുടങ്ങും. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ എക്കണോമിക്സിൻ്റെ ഫാദർ ദാദാഭായ് നവറോജി. ബാക്കി എക്കണോമിക്സിൻ്റെ ഫാദറും മോഡേൺ എക്കണോമിക്സിൻ്റെ ഫാദറും ആദം സ്മിത്ത്. മോഡേൺ എക്കണോമിക്സിൻ്റെ ഫാദറായിട്ട് ആദം സ്മിത്ത് ഇല്ലെങ്കിൽ പോൾ സാമുവൽസനെയും കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നും കൂടി ഒന്ന് റിവൈസ് ചെയ്യാം. ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞു ഹിസ്റ്ററി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോൺ സ്റ്റോപ്പാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഹിസ്റ്ററിൻ്റെ ഫാദർ ഡോട്ട് ഇടും, ഹെറാഡോട്ടസ്. ദെൻ മോഡേൺ ഹിസ്റ്ററിൻ്റെ ഫാദർ എന്ന് പറയുന്നത് റാങ്ക്. അതായത് മോഡേൺ ഹിസ്റ്ററി പഠിക്കുകയാണെങ്കിൽ നമുക്ക് റാങ്ക് കിട്ടും. ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ ഫുള്ള് കൽഹണൻ. ദെൻ ഇന്ത്യയുടെ ദേശീയതയുടെ പിതാവ് എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് ദേശീയതയൊക്കെ വന്നത് രാജാറാം മോഹൻ റായ് രാജാവ് വന്നിട്ടാണ്. ദെൻ നമ്മൾ ജോഗ്രഫിൻ്റെ ഫാദർ എന്ന് പറയുക എറാസ്തോനീസ് ആണ്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഏർത്തിനെ കുറിച്ച് പഠിക്കുന്നു. മോഡേൺ ജോഗ്രഫി ആണെങ്കിൽ അലക്സാണ്ടർ ഹംബോൾട്ട്. മോഡേൺ ജോഗ്രഫി ഒക്കെ പഠിക്കാൻ ഭയങ്കരമായിട്ടുണ്ട്. ദെൻ നമ്മൾ ബയോളജിൻ്റെ ഫാദർ അരിസ്റ്റോട്ടിലാണ്. മോഡേണായിട്ട് നമുക്ക് ജീവിക്കണമെങ്കിൽ നമ്മൾ ചാൾസിനെ കല്യാണം കഴിക്കണം. ദെൻ ജനറ്റിക്സ്, അതായത് ജനിതക ശാസ്ത്രത്തെക്കുറിച്ച് പഠിച്ചാൽ നമുക്ക് എന്താവും, മെൻ്റലാവും എന്നാണ് പറയുന്നത്. ദെൻ എവല്യൂഷൻ അഥവാ പരിണാമത്തിൻ്റെ ഫാദർ ആരാണ്? ചാൾസ് ഡാർവിൻ. ഓക്കെ, കെമിസ്ട്രിയിലാണെങ്കിൽ നമ്മുടെ നമുക്ക് മോഡേൺ ആണെങ്കിലും അല്ലെങ്കിലും ഈ ഫ്ലവേഴ്സ് തമ്മിൽ കെമിസ്ട്രി ഉണ്ടാവണം. പിന്നീട് നമ്മൾ ഓർഗാനിക് കെമിസ്ട്രി ആണെങ്കിൽ നമുക്ക് ഒട്ടും ഓർക്കാൻ ഇഷ്ടമില്ലാത്ത പൂള ലവേഴ്സ് ഉണ്ടാവുമ്പോഴാണ്, അതാണ് വോളാർ എന്ന് പറയുന്നത്. ദെൻ ഫിസിക്സിൻ്റെ എന്ന് പറയുമ്പോൾ ഐസക് ന്യൂട്ടൻ. നമ്മൾ പുതിയ ആളാവും ഫിസിക്സ് പഠിക്കാൻ പോയാൽ. ദെൻ ഫാദർ ഓഫ് മോഡേൺ ഫിസിക്സ് ആണെങ്കിൽ നമ്മളൊന്നും കൂടി സ്റ്റൈലാവും എന്നാണ് പറയുന്നത്. ഓക്കെ, എക്കണോമിക്സിന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലാസിക്കലും മോഡേണും ഇതൊക്കെ ആദം സ്മിത്താണ്. ഈ മോഡേണിൽ ആദം സ്മിത്ത് ഇല്ലെങ്കിൽ പോൾ സാമുവൽസൺ എടുക്കുക. ദെൻ ഇന്ത്യയിൽ പൈസ ഉള്ളവർക്ക് നമ്മൾ എന്ത് വിളിക്കും? ദാദാ എന്ന് നമ്മൾ വിളിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ PSC ചോദിക്കുന്ന കുറച്ച് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കുറച്ച് ഫാദേഴ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമാണെങ്കിൽ, ഞാനിടുന്ന വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ എന്തെങ്കിലും മോഡിഫിക്കേഷന് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. അതുപോലെ ഇനി ഇതല്ലാത്ത ഫാദേഴ്സിനെ നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ, PSC ചോദിക്കുന്ന മറ്റു പല ഫാദേഴ്സിനെ നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യണേ. എന്നാൽ ഞാൻ പിൻ ചെയ്ത് വെക്കാം. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ളവർക്കും കൂടി അത് നോട്ടിൽ